വടക്കൻ കേരളത്തിലെ അതിപ്രശസ്തമായൊരു ക്ഷേത്രസ്ഥാനമാണ് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയെങ്കിലും സമൃദ്ധിയുടെയും പോഷണത്തിന്റെയും ഈശ്വരിയും ശ്രീപാർവതിയുടെ ഭാവഭേദവുമായ അന്നപൂർണേശ്വരി എന്ന ഭഗവതിക്കാണ് പ്രാധാന്യം. ശ്രീപാർവതിയുടെ ഒരു മൂർത്തിഭേദമാണ് അന്നപൂർണേശ്വരി ദേവി. സർവ്വസമൃദ്ധിയുടെയും ഭഗവതി കൂടിയാണ് അന്നപൂർണേശ്വരി. ആദിപരാശക്തിയുടെ ആഹാരം നൽകുന്ന മാതൃഭാവമാണ് അന്നപൂർണേശ്വരിക്ക്. സർവർക്കും ആഹാരം നൽകുന്ന പ്രകൃതിയാണ് അന്നപൂർണയെന്ന് പുരാണങ്ങൾ പറയുന്നു. കണ്ണൂർ ജില്ലയിലാണ് പ്രസിദ്ധമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ നഗരത്തിൽ നിന്നും ഏതാണ്ട് 19 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചെറുകുന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഐതിഹ്യപ്രകാരം പരശുരാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. കാശിയിലെ അന്നപൂർണേശ്വരി 3 തോഴിമാരും ധാരാളം ഭക്തരുമായി ഒരു കപ്പലിൽ ഇങ്ങോട്ട് വന്നുവെന്നും പിന്നീട് ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തേക്ക് ഭഗവതി വന്നുവെന്നുമാണ് വിശ്വാസം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും പരമശിവൻ തന്റെ പത്നിയായ അന്നപൂർണേശ്വരിയെ സന്ദർശിക്കാൻ ദിവസവും അത്താഴപൂജയ്ക്ക് ശേഷം ചെറുകുന്നിൽ എത്തുമെന്നാണ് സങ്കല്പം. ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ചെറുകുന്ന്. വല്ലഭൻ രണ്ടാമനാണ് അന്നപൂർണേശ്വരി ക്ഷേത്രം പണി കഴിപ്പിച്ചത്. കാലപ്പഴക്കത്താൽ ക്ഷേത്രം നശിക്കാറായപ്പോൾ 1866 അവിട്ടം തിരുനാൾ രാജാവ് ക്ഷേത്ര പുനർനിർമ്മാണം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ കാലശേഷം കേരളവർമ്മ രാജാവ് പണി പൂർത്തിയാക്കി. പുലർച്ചെ 5:30 നട തുറന്ന് പ്രഭാത പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12:45 അടയ്ക്കുന്നു. വീണ്ടും വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് രാത്രി 8 മണിക്ക് നട അടയ്ക്കുന്നു. ഈ വിധമാണ് ക്ഷേത്രത്തിലെ ദർശന സമയക്രമം. അന്നദാനമാണ് ചെറുകുന്ന് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്.
വെള്ളിയാഴ്ച, പൗർണമി, നവരാത്രി, തൃക്കാർത്തിക, ദീപാവലി, ശിവപ്രധാനമായ ഞായർ, തിങ്കൾ ദിവസങ്ങൾ എന്നിവ ക്ഷേത്രത്തിലെ പ്രാധാന്യമേറിയ ദിവസങ്ങളാണ്. വിഷുവിളക്കുത്സവമാണ് ചെറുകുന്ന് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷാവസരം. മേടസംക്രമം മുതൽ മേടം 7 വരെ നീളുന്ന ഈ ഉത്സവകാലത്ത് വിവിധ ദേശവാസികളുടെ കാഴ്ചവരവ് നടത്തിപ്പോരുന്നു. തന്നെ വന്ന് കണ്ടു തൊഴുതു മടങ്ങുന്ന ഭക്തർക്ക് ആശ്വാസവും അഭയവുമേകി കുടികൊള്ളുകയാണ് അന്നപൂർണേശ്വരി ദേവി ചെറുകുന്നിൽ.